ആദമിന് മക്ക ഹറമാണ്, നൂഹിന് മക്ക ഹറമാണ്, ശീസിന് മക്ക ഹറമാണ്, ഇദ്രീസിന് മക്ക ഹറമാണ്, ഇബ്രാഹിമിന് മക്ക ഹറമാണ്, ഇസ്ഹാഖിന് മക്ക ഹറമാണ്, ഇസ്മായിൽ എന്ന ആദ്യത്തെ മക്ക നിവാസിക്ക് മക്ക ഹറമാണ്, ദാവൂദിന് മക്ക ഹറമാണ്, സുലൈമാന് മക്ക ഹറമാണ്, യൂനുസിന് മക്ക ഹറമാണ്, ഇല്യാസിന് മക്ക ഹറമാണ്, സക്കരിയാക്ക് മക്ക ഹറമാണ്, യഹ്യാക്ക് മക്ക ഹറമാണ്, ഈസാക്ക് മക്ക ഹറമാണ്, മുത്തുനബിക്ക് ഹില്ലാണ്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ധൈര്യത്തിലോട്. ഇങ്ങനെ ഒരു നേതാവിനെ കിട്ടിയിട്ട് കുടത്തിന്റെ ഉള്ളിൽ അടച്ചു വെക്കുന്നത് എന്തിനാ? മനുഷ്യരെ ഒന്ന് തുറന്നു വിട്ടുകൂടെ? മനുഷ്യരൊന്ന് കേൾക്കട്ടെ, മനുഷ്യനറിയട്ടെ. പ്രപഞ്ചത്തിന്റെ ശുദ്ധമായ മുഹമ്മദ്, ഇരുൾ മുട്ടിയ ലോകത്തിന്റെ വെളിച്ചം മുഹമ്മദ്. പുണ്യ റസൂൽ മദീനയിൽ വന്നതുപോലെ പ്രശോഭിത ഭംഗിയുള്ള ഒരു പകലും ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. ആരാ പറഞ്ഞത്? അനസ്. അനസ്. ഇതിന് മൗലിദ് മുത്തുനബി അറിയാം. പഴയ കാലത്തൊക്കെ പറയും മുസ്ലിംമാരൊക്കെ തിന്നാൻ വേണ്ടി ഉണ്ടാക്കുന്ന പണിയാണ് എന്ത് മൗലിദ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിർത്തല്ലേ വേണ്ടത്? കാരണം മുസ്ലിംമാർക്കൊക്കെ കൊളസ്ട്രോളാ, ഒക്കെ ഷുഗറാ. രാവിലെ പുരയെന്ന് ഇറങ്ങിയപ്പോ ഇവരോടൊക്കെ അടക്കം ഇന്നടക്കം പെണ്ണുങ്ങളോട് പറയാം, കണ്ടൊക്കെ വരുത്തുന്ന ഇങ്ങോട്ട് വരരുത്. മനസ്സിലായില്ല. അപ്പോ തിന്നാൻ വേണ്ടിയിട്ടാണ് മൗലിദ് ഉണ്ടാക്കിയതെങ്കിൽ 10-20 കൊല്ലം മുമ്പ് പാറ മൗലൂദ് നിർത്തേണ്ടിയിരുന്നു. കാരണം ഒക്കെ ഷുഗറാ, എല്ലാവർക്കും ഷുഗറാ. നേരം വിളിച്ചാൽ ദ്വാരക്കണ എന്നെ ആരും ഒന്നിനും വിളിക്കാതിരിക്കട്ടെ എന്നാ. ഇപ്പോൾ ഒരു വീട്ടിലേക്ക് എന്നെ ഇവിടുന്ന് കൊണ്ടുപോയി, ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി. നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണമുണ്ട്, കഴിക്കാൻ വയ്യ, നടക്കൂല. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് മുതലാവില്ല. പിന്നെ ഒരു വീട്ടുകാരെ സന്തോഷിപ്പിക്കുമ്പോൾ കുറച്ചുകൊണ്ടിരുന്ന് ഊരിട്ടോ, അത്ര തന്നെ. അല്ലാതെ എന്ത് തിന്നാണ്ടാക്കിയതാണെങ്കിൽ അതൊക്കെ എന്ത് വർത്തമാനമാണ് മനുഷ്യന്മാര്. ഇതൊന്നുമല്ല. എന്നെ അറിയുക, എന്നെ അറിഞ്ഞാൽ അല്ലാഹുവിനെ അറിഞ്ഞു. നിസ്കാരം അറിഞ്ഞാൽ പരിധിയുണ്ട്, നോമ്പറിയുന്നതിന് പരിധിയുണ്ട്. എന്നാൽ പുണ്യ റസൂലിനെ അറിയുന്നതിന് പരിധിയില്ല, പുണ്യ റസൂലിനെ അറിയുന്നതിന് പരിധിയില്ല, പുണ്യ റസൂലിനെ അറിയുന്നതിന് പരിധിയില്ല. ലോക ചരിത്രത്തിലെ എല്ലാവരും പുണ്യ റസൂലിനെ അറിയാൻ ശ്രമിച്ചവരാണ്. എല്ലാവരും പുണ്യ റസൂലിനെ അറിയാൻ ശ്രമിച്ചവരാണ്. ഒരു മഹാനായിട്ടുണ്ടെങ്കിൽ അത് പുണ്യ റസൂൽ കാരണമാണ്. ഒരു നബിക്ക് മുഅജ്ജത്ത് കിട്ടിയെങ്കിൽ കാരണം മുഹമ്മദ് മുസ്തഫയാണ്. അപ്പോൾ മുഅജ്ജത്തിന്റെ RC ഓണർ മുഹമ്മദാണ്. അങ്ങനെയാണ് മുഅജ്ജത്ത് അല്ലാഹു തആല ഒരാൾക്ക് എഴുതി കൊടുത്തതാണ്, അയാൾ കൊടുത്തതാണ്. وكلها إنك رسل الكرام بها فإنما اتصلت من نوره بهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وكل آية أتى الرسل الكرام بها മുർസലീങ്ങൾ കൊണ്ടുവന്ന എല്ലാ മുഅജ്ജത്തുകളും അത് പുണ്യ നബിയിലേക്ക് അവർ ചേർന്നത് കൊണ്ട്, നബിയുടെ മഹത്വം കൊണ്ട് അവർക്ക് ലഭിച്ചതല്ലോ. അതാണത്. അവർ മുർസലീങ്ങളല്ലേ? അല്ല, അവർ റസൂലുൻ ഇലാ റസൂലില്ലാഹി. അവർ റസൂലുൻ ഇലാ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിലേക്കുള്ള റസൂലുകളാണ്. അവരൊക്കെ വില്ലേജിന്റെ റസൂലുകളാണ്. ഓക്കെ, വില്ലേജിന്റെ റസൂലല്ലാത്ത ഒരു റസൂലില്ല. وإلى عاد أخاهم هودا وإلى عاد أخاهم هودا. അതായത് ഹിജാസ് മൊത്തല്ല, ഹിജാസിന്റെ ഒരു ഏരിയയിൽ 70,000-ഓളം ആളുകൾ പാർത്ത ഒരു ഏരിയയിൽ ഒരു കബീലയായിരുന്നു ആദ്. അവരിലേക്ക് വന്ന റസൂലാണ് ആര്? ഹൂദ്. സയ്യിദ്ന ഹൂദ്. എന്താ ഖുർആൻ പറഞ്ഞത്? ഞാൻ ഭൂമിയിലേക്ക് അയച്ചു, ഏഷ്യയിലേക്ക് അയച്ചു പോയിട്ട് ഹിജാസിലേക്ക് മൊത്തം പോലുമല്ല. ആര്? ഹൂദ്. وإلى عاد أخاهم هودا وإلى ثمود أخاهم صالحا
وإلى مدين أخاهم شعيبا وإلى مدين أخاهم شعيبا وأرسلنا نوحا إلى قومه നൂഹിനെ തന്റെ നാട്ടിലേക്ക് അയച്ചു. ഏതാ നാട്ട്? ഒന്നാം മെസോപ്പൊട്ടോമിയ, യൂഫ്രട്ടീസ് മുതൽ ടൈഗ്രീസ് വരെയുള്ള ഒരു കഷ്ണം ഭൂമി. എത്രയാ കിലോമീറ്റർ? 108 കിലോമീറ്റർ. 108 കിലോമീറ്റർ ആകെ. ആ 108 കിലോമീറ്ററിലേക്ക് അങ്ങിങ്ങായി പാർത്തിരുന്ന മനുഷ്യരിലേക്കാണ് ആരെ അയച്ചത്? 950 കൊല്ലത്തെ മനുഷ്യരെ അയച്ചത്. എന്നിട്ട് കിട്ടിയത് ഓൺലി 80%. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല, മനസ്സിലായോ? മെസോപ്പൊട്ടോമിയ എന്ന് പറഞ്ഞാൽ ബേസിക് സിവിലൈസേഷനാണ് മെസോപ്പൊട്ടോമിയ. അതായത് യൂഫ്രട്ടീസിൻ്റെയും ടൈഗ്രീസിനിടയിൽ 108 കിലോമീറ്ററാണ്. എവിടെ എത്തും? ഇറാഖിൽ. രണ്ടും തുർക്കിയിൽ നിന്ന് ആരംഭിച്ച് നേരെ കയറി സിറിയ വഴി ഇറാഖിൽ വരും. മനസ്സിലായില്ലേ? പിന്നീട് അത് നേരെ കടലിൽ പതിക്കും. ഇറാഖിൽ നിന്ന് ഷത്തുൽ അറബിലൂടെ കടലിൽ പതിക്കും. ഇത് രണ്ടിനും 108 കിലോമീറ്ററാണ്. ആ 108 കിലോമീറ്ററിൽ അങ്ങിങ്ങായുള്ള ജനതയിലേക്ക് അല്ലാഹു നിയോഗിച്ചതാണ് ആരെ? നബിയുല്ലാഹി നൂഹ്. അത്രയേ ഉള്ളൂ. وأرسلنا لوطا إلى قومه. ജെറൂസലേമിൽ നിന്ന് ഏകദേശം 220 കിലോമീറ്ററുകൾക്കപ്പുറം സദൂം എന്നൊരു നാടുണ്ടായിരുന്നു. അങ്ങോട്ട് മാത്രം സുവർഗ സംഭോഗികളുടെ നാട്ടിലേക്ക് അയച്ച നബിയാണ് നബിയുല്ലാഹി ലൂത്ത്. ഉറക്കെ പറ, നബിയുല്ലാഹി ലൂത്ത്. അത്രയേ ഉള്ളൂ. എന്നാൽ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. സയ്യിദുനാ മൂസയെ അയച്ചത് 136 തവണ പറഞ്ഞ നബിയാണ് മൂസ. പക്ഷെ അയച്ചത് 12 കുടുംബത്തിലേക്ക്. only 12. അത്രയേ ഉള്ളൂ. വഇസ്തസ്ഖാ മൂസ ലിഖൗമിഹി ഫഖുൽനാ അൻളിബ് ബിഅസ്വാകൽ ഹജറ ഫൻഫജറത് മിൻഹു 12 ഐന. മൂസ വടി കൊണ്ടടിച്ചാൽ 12 ഉറവ പൊട്ടും. കാരണം 12 ഉറവേന്ന് വെള്ളം എടുക്കാനുള്ള ആളെ ആരുള്ളൂ? സ്വന്തം ജനത. ആരുടെ? മൂസയുടെ. സയ്യിദുനാ മൂസ. ഉറക്കപ്പറ, സയ്യിദുനാ മൂസ. അത്രയേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്. വേറെ നബിയില്ലേ? ഇത് അള്ളാഹുവിന്റെ മഹാനായ റസൂലിലേക്കുള്ള വാതിലാണ് മറ്റുള്ള മുർസലീങ്ങളെല്ലാം. അപ്പോൾ റസൂലും അത് മുഹമ്മദ്. റസൂലുൻ എന്ന് ഖുർആനിൽ പറഞ്ഞതെല്ലാം മുഹമ്മദ്. റബ്ബനാ വബഅത് ഫീഹിം റസൂലൻ മിൻഹും എന്ന് സയ്യിദുനാ ഇബ്രാഹിം ദുആ ചെയ്തത് മുഹമ്മദ്. സയ്യിദുനാ മുഹമ്മദ് AD 6-ാം നൂറ്റാണ്ടിൽ ജനിച്ചു. BC 18-ാം നൂറ്റാണ്ടിൽ ദ്വാരുന്നു. BC 18-ാം നൂറ്റാണ്ടിൽ ദ്വാ ചെയ്തു. ആര്? സയ്യിദുനാ ഇബ്രാഹിം. മുത്തുനബി ജനിക്കുന്നത് AD 6-ാം നൂറ്റാണ്ടിൽ. ഈ ദ്വാ നടക്കുന്നത് BC 18-ാം നൂറ്റാണ്ടിൽ. BC 1977 മുതൽ BC 1822 വരെയാണ് ഇബ്രാഹിമി കാലഘട്ടം. സയ്യിദുനാ ഇബ്രാഹിം BC 1977 മുതൽ BC 1822 വരെയുള്ള കാലം. ഇന്ന് വരെ ലഭിച്ച ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ചരിത്രം അങ്ങനെയാണ്. അതാണ് ഇബ്രാഹിമി കാലഘട്ടം. സയ്യിദുനാ ഇബ്രാഹിം ആർക്ക് വേണ്ടി അത് ചെയ്തത്? എത്ര കുഞ്ഞുങ്ങളുണ്ട് സ്വന്തം ഇബ്രാഹിം നബിക്ക് അലൈഹിസ്സലാം? ഇബ്രാഹിം നബിക്ക് തന്നെ 13 മക്കളുണ്ട്. ഇസ്മായിൽ ഇസ്ഹാഖ് മാത്രമല്ല, വേറെയും പെണ്ണുങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിലൊക്കെ കുട്ടികളുണ്ട്. ആർക്ക്? ഇബ്രാഹിമൊക്കെ 13 മക്കളുണ്ട്. അവർക്കൊന്നും ആയിരുന്നില്ല. മനസ്സിലായോ പറഞ്ഞത്? ചിന്തിക്ക്. ربنا وبعث فيهم رسولا منهم يتلو عليهم آياتك. ഇത് മുഹമ്മദാണ്. ഇത് വേറെ ഒരാളെ പോലെയല്ല. മുഹമ്മദ് മക്ക എല്ലാവർക്കും ഹറമാണ്, മുഹമ്മദിന് ഹില്ലാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നും സലാത്ത് അല്ലേ. ഇത് എന്നോട് വേറൊരാൾ പറഞ്ഞ ഞാൻ തുള്ളിച്ചാടി സലാത്ത് ചെല്ലും. ആദമിന് മക്ക ഹറമാണ്, നൂഹിന് മക്ക ഹറമാണ്, ശീസിന് മക്ക ഹറമാണ്, ഇദ്രീസിന് മക്ക ഹറമാണ്, ഇബ്രാഹിമിന് മക്ക ഹറമാണ്, ഇസ്ഹാഖിന് മക്ക ഹറമാണ്, ഇസ്മായിൽ എന്ന ആദ്യത്തെ മക്ക നിവാസിക്ക് മക്ക ഹറമാണ്, ദാവൂദിന് മക്ക ഹറമാണ്, സുലൈമാന് മക്ക ഹറമാണ്, യൂനുസിന് മക്ക ഹറമാണ്, ഇല്യാസിന് മക്ക ഹറമാണ്, സക്കരിയാക്ക് മക്ക ഹറമാണ്, യഹ്യാക്ക് മക്ക ഹറമാണ്, ഈസാക്ക് മക്ക ഹറമാണ്, മുത്തുനബിക്ക് ഹില്ലാണ്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത
ധൈര്യത്തിലോത്. ഇങ്ങനെ ഒരു നേതാവിനെ കിട്ടിയിട്ട് കുടത്തിന്റെ ഉള്ളിൽ അടച്ചു വെക്കുന്നത് എന്തിനാ? മനുഷ്യരെ ഒന്ന് തുറന്നു വിട്ടുകൂടെ? മനുഷ്യരൊന്ന് കേൾക്കട്ടെ, മനുഷ്യനറിയട്ടെ. പ്രപഞ്ചത്തിന്റെ ശുദ്ധമായ മുഹമ്മദ്, ഇരുൾ മുട്ടിയ ലോകത്തിന്റെ വെളിച്ചം മുഹമ്മദ്. പുണ്യ റസൂൽ മദീനയിൽ വന്നതുപോലെ പ്രശോഭിത ഭംഗിയുള്ള ഒരു പകലും ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. ആരാ പറഞ്ഞത്? അനസ്. അനസ്. എന്തൊരു ഭാഗ്യാണിത്. മുത്തുനബിക്ക് ഖുർആൻ പറഞ്ഞു, അങ്ങേക്ക് മക്ക ഹില്ലാക്കി തന്നിട്ടുണ്ട്. എല്ലാവർക്കും ഹറം. ആദം നബി മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള കോടി മനുഷ്യർക്കും മക്ക ഹറം, ഒരാൾക്ക് ഹില്ല്. ലാ ഉഖസിമു ബിഹാദൽ ബലദി വ അൻത, നിങ്ങൾക്ക് തവാഫിലും മത്താഫിലും യുദ്ധം ചെയ്യാം. നബിയെ വ അൻത, നബിയെ എന്റെ കൂടെ വാ. നബിയെ ഓത്. ലാ ഉഖസിമു ബിഹാദൽ ബലദ്, ഈ ഗ്രാമം, ഈ നാട്. വ അൻത ഹില്ലും ബിഹാദൽ ബലദ്, ഈ ഗ്രാമം അങ്ങേക്ക് ഹറമാക്കിയിട്ടില്ല. അങ്ങേക്ക് എന്തുമാക്കിയിട്ടുണ്ട്? പറ. ഹില്ലുമാക്കി തന്നിട്ടുണ്ട്. ആദം നബിക്ക് മക്കയിൽ യുദ്ധം ചെയ്യാൻ പറ്റൂല. ആർക്ക് പറ്റും? ഒന്ന് പറ മനുഷ്യ. മുത്തുനബിക്ക് പറ്റും. മുത്തുനബിക്ക് പറ്റും. ഒന്ന് സ്വലാത്തില്ലേ? മുഹമ്മദ് മുസ്തഫ. ഇത് നമ്മൾ വിചാരിച്ച ആളല്ല. ആ പുണ്യ സൗന്ദര്യത്തെ, ആ പൂർണ്ണ സൗന്ദര്യത്തിന്റെ ഒളിവിലാണ് അല്ലാഹു പ്രപഞ്ചം പടച്ചത്. അതാണ് ഒളിവ്. ഇതിനായിരക്കണക്കായ തെളിവുകളുണ്ട്. വെളിച്ചത്തിന്റെ വെളിച്ചമുണ്ട്. ഖുർആനിൽ തപ്പിയിട്ട് മുഹമ്മദ് നബിയെ അല്ലാത്തവരാണ് ഞാൻ കാണുന്നില്ല. ആദ്യത്തെ സൂറത്ത് ഫാത്തിഹ മദ്ഹുൻ നബിയിൽ മുസ്തഫ. ആദ്യം ഇറങ്ങിയ സൂറത്ത് അലഖ് മദ്ഹുൻ നബിയിൽ മുസ്തഫ. അലഖ് സൂറത്ത് തപ്പി നോക്ക്. അലഖ് നിറയെ മദ്ഹുൻ നബിയിൽ മുസ്തഫ. നബിയെ ഇഖ്റ, അങ്ങ് വായിക്കുക. നബിയെ അങ്ങ് വായിക്കുക. നിങ്ങൾ എല്ലാരും വായിച്ചോളുന്നല്ല, നബി അങ്ങ് വായിക്കണം. എന്നിട്ട് അങ്ങ് ഓതി കൊടുക്കണം. യത്ലു അലൈഹിം, യത്ലു അലൈഹിം. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. മറ്റുള്ളവർ വായിക്കല്ല, മറ്റുള്ളവർക്ക് നബി ഒന്ന് എൻ്റെ കൂടെ വരി. നേരം വൈകിയോ? നേരം വൈകിട്ട് ഞാൻ ഇപ്പം നിർത്തിത്തരാം. നേരം വൈകിയോ? നിങ്ങൾ ഖുർആൻ കണ്ട ശൈലി കണ്ടില്ലേ? ഈ ആൾക്ക് പുറത്ത് പറയണ്ട, വായിക്കാൻ അറിയൂല്ല. എന്നിട്ട് ആ ആളോട് വായിക്കാൻ പറഞ്ഞിരിക്കുക. വായിക്കാൻ അറിയുന്നവരോട് പറഞ്ഞിരിക്കുക, മിണ്ടണ്ട, ഇയാൾ ഓതിത്തരും. അപ്പൊ ആരാ ഇയാള്? നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലല്ലോ പഠിച്ചോനെ. മനസ്സിലായില്ല. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ യത്ലു അലൈഹിം. ജനങ്ങൾക്ക് ഈ ആൾ ഓതി കൊടുക്കുക. എന്നിട്ട് ഈ ആൾ ഇഖ്റ, നബി അങ്ങ് വായിക്കുക. എന്നിട്ട് യത്ലു അലൈഹിം, അവർക്ക് അങ്ങ് ഓതി കൊടുക്കുക. അവർക്കൊക്കെ ഓതാൻ അറിയും, അവർക്കൊക്കെ വായിക്കാൻ അറിയും. ഈ ആൾക്ക് വായിക്കാനോട്ട് അറിയില്ല. ഇതൊരു കൊല്ലം പറയണം. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലല്ലോ പഠിച്ചോനെ. കസേര നല്ലോണം പിടിച്ചിരുന്നോളി. നിങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നിങ്ങളെ പൊതുവെ കുറ്റാടിയുടെ അവസ്ഥയാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ ഉണ്ടോ അതായത് കഴിഞ്ഞ് കിട്ടിയെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടോ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് തലേക്ക് ഇത് കയറുന്നുണ്ടെങ്കിൽ ഇതെന്നെ അത്ഭുതപ്പെടുത്തിയതാണ്. ഇത് പറയുമ്പോൾ ഈ ആൾ പറയാം, എൻ്റെ മാനവ്യ കാര്യം എനിക്ക് ഓടാൻ അറിയില്ല. അപ്പം പിന്നെയും പറയാം, നിങ്ങൾ ഓതിയിട്ടേ കാര്യമുള്ളൂ, മറ്റേ അമുക്കൾ ഓതിയിട്ട് കാര്യമില്ല. ഏക്കറ് നിങ്ങളോടാ. എന്നിട്ട് യത്ലു അലൈഹിം, അവർക്ക് അങ്ങ് ഓതി കൊടുക്കുക. അവർക്കൊക്കെ വായിക്കാൻ അറിയും, ഇയാൾക്ക് വായിക്കാനോട്ട് അറിയില്ല. അപ്പോൾ വായിക്കാൻ കഴിയാത്ത ആളെ കൊണ്ട് വായിപ്പിച്ചിട്ട് വായിക്കാൻ അറിയുന്ന ആളുകൾക്ക് വായിക്കാൻ അറിയാത്ത ആൾ അങ്ങോട്ട് ഓതി. അതാണ് ദീന്. ഒരു കളി, ഈ കളിയാണ് ദീന്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ ആവോ? നെറ്റിമ താമ്പുണ്ടാക്കി നടന്നാലേ റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടക്കുന്നല്ല, അത് സ്വർഗത്ത് പോകാൻ കഴിയില്ല. അത് ഇവിടെ പണിയെടുക്കണം. ഇവിടെ
നമ്മളിപ്പോൾ ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു അടയാളാ. അതുകൊണ്ടുള്ള കാര്യം എന്താണെന്നറിയോ? അറബികൾ നമ്മളെ കണ്ടാൽ വേഗം ഓ ഇമാന്താരിയാന്ന് വിചാരിക്കും. പണ്ട് ഇപ്പം അറബിയൊക്കെ തമ്പുള്ളവനൊക്കെ കള്ളന്മാരാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാ പറഞ്ഞത് മനസ്സിലായില്ലേ? ഇവിടെ അല്ല തഴമ്പ് വേണ്ടത്, ഇവിടെയാണ്. ഇവിടെ തഴമ്പ് ഉണ്ടായാൽ സ്വീകരിക്കുകയും ചെയ്യുക, സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുക. അല്ലാഹു ഫവൈലുൽ ലാസ്റ്റ് നിസ്കാരക്കാർക്കെതിരാണ് സൂറത്ത്. പുറത്ത് പറയണ്ട ഫവൈലുൽ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നിസ്കാരത്തിനെ പറ്റി ആയത്ത് ഖുർആനിലില്ല. ലാസ്റ്റ് ആയത്തടാ ഫവൈൽ. പുറത്ത് പറയണ്ട. ലാസ്റ്റ് ആയത്ത് ഫവൈലുൽ മുസല്ലീൻ. പല നിസ്കാരക്കാർക്കും വൈലെന്ന നരകമാണ്. വൈലുൽ മുതഫക്കിരീൻ, ചിന്തിക്കുന്നവർക്ക് നരകമാണ് എന്നൊരായത്ത് ഖുർആനിലില്ല. വൈലുൽ ആഖിലീൻ, ബുദ്ധിമാന്മാർക്ക് നരകമാണ്, ബുദ്ധി ഉപയോഗിക്കുന്നവർക്ക് നരകമാണ് എന്നൊരായത്ത് ഖുർആനിലില്ല. അപ്പോൾ തഴമ്പ് ഇവിടെയല്ല വേണ്ടത്, ഇവിടെയാണ്. മനസ്സിലായോ പറഞ്ഞത്? ഈ ആൾക്ക് വായിക്കാൻ അറിയൂല. ഇഖ്റ നബി അങ്ങ് വായിക്കുക. അപ്പോൾ പറഞ്ഞു മാ അന ബിഖാരിൻ, എനിക്ക് വായിക്കാൻ. അപ്പോൾ പിന്നെ പറഞ്ഞു ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ്. الذي يقرأ باسم ربك الذي خلق الإنسان. പിന്നെയും ഇഖ്റ. നബി അങ്ങ് വായിക്കുക, നബി അങ്ങ് വായിക്കുക. റബ്ബുക്കൽ അക്രം. അപ്പോൾ ആദ്യത്തെ സംബോധന നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? വഅൻത ഖിറാഅതുക കാഫിൽ ലിജമീഇൽ ഖൽഖ്. അങ്ങ് വായിച്ചാൽ എല്ലാവർക്കും മതിയാവും, ബാക്കിയുള്ളവർ വിദ്യച്ചാൽ അവർക്ക് തന്നെ മതിയാവില്ല. അങ്ങ് വായിച്ചാൽ എല്ലാവർക്കും മതിയാവും. അവർ വായിച്ചാൽ അവർക്ക് പോലും മതിയാവുകയില്ല. അങ്ങൊന്ന് വായിക്കേ നബിയേ. അങ്ങ് വായിച്ചാലോ അങ്ങക്ക് മാത്രമല്ല കൊടാന 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 കോടി ജനങ്ങൾക്ക് അന്ന് വായിച്ചാൽ മതിയാകും. അങ്ങ് വായിച്ചാൽ എല്ലാവർക്കും മതിയാവും. പിന്നെയും പറഞ്ഞേ, ഭക്ഷണത്തിന് മടി കാണിക്കുന്ന കുഞ്ഞിനോട് പിന്നെ ഉമ്മ പറയാറില്ലേ തിന്നു കുഞ്ഞുമോനെ? പിന്നെയും പറഞ്ഞു ഇഖ്റ. നബി ഒന്ന് വായിക്കി. റബ്ബുക്കൽ അക്രം. റബ്ബ് ഏറ്റവും വലിയ ഔദാര്യം ചൊരിഞ്ഞവനല്ലേ? എന്താണ് റബ്ബിന്റെ ഔദാര്യം? എന്താ 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 റബ്ബിന്റെ ഏറ്റവും വലിയ ഔദാര്യം എന്താ? സ്വർണത്തോട് പറഞ്ഞു, സ്വർണമേ സ്വർണമേ, നീ റബ്ബിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് സ്വർണമേ എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ അനുഗ്രഹം? സ്വർണമേ സ്വർണമേ, എന്റെ റബ്ബ് ഏറ്റവും വലിയ അനുഗ്രഹമാണ് നിന്റെ റബ്ബ് ചെയ്തത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏറ്റവും വലിയ അനുഗ്രഹം ആരാ? സ്വർണം എന്നല്ല അവിടെ അർത്ഥം. ഏറ്റവും വലിയ അനുഗ്രഹം മുഹമ്മദ്. ഏറ്റവും വലിയ അനുഗ്രഹം മുഹമ്മദ്. നിഅമത്തുൽ കുബ്ര എന്നല്ലേ പേര്. ഏറ്റവും വലിയ അപ്പോൾ ഏറ്റവും വലിയ ഔദാര്യമാണ് റബ്ബ് ചെയ്തത്. ഏറ്റവും വലിയ ഔദാര്യം മുഹമ്മദ്. അപ്പോൾ ചിലർ എന്നോട് ചോദിക്കുമായിരിക്കാം ഒരു സാങ്കല്പിക ചോദ്യത്തിന് ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഷെക്ക് തീർത്തുതരാം. അല്ലതി അല്ലമ ബിൽ ഖലം എന്നതല്ലേ മുസ്ലിയാരെ അനുഗ്രഹമായി പറഞ്ഞത്? അതേടോ, അങ്ങനെ സമ്മതിച്ചു ഞാൻ. പക്ഷെ അല്ലതി അല്ലമ ബിൽ ഖലം ആർക്കാ? علم بالقلم ماركا علمه والنجم إذا هوى ما ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى علمه ലൗഹിൽ കലമ കൊണ്ട് എഴുതിയതാണ് ഏറ്റവും വലിയ ഔദാര്യം. ആ കലമ കൊണ്ട് ലൗഹിൽ എഴുതിയത് ആർക്കാണ് അള്ളാഹു കൊടുത്തത്? വേറെ ആയത്തിൽ അല്ലമഹു. ആർക്കാ കൊടുത്ത്? മനസ്സിലായില്ല. ഇവിടെ അല്ലമ, നജ്മ് സൂറത്തിൽ അല്ലമഹു നബിക്ക് പഠിപ്പിച്ചു. നിങ്ങൾ ഇതിന്റെ കൂടെ ഇല്ല, നമ്മക്കല്ല പഠിപ്പിച്ചത്. ആർക്ക് പഠിപ്പിച്ചു? ഒന്നിന്റെ കൂടെ വാ. ഇവിടെ അല്ലമയേ ഉള്ളൂ. നജ്മ് സൂറത്തിൽ വ്യക്തമായിട്ടുണ്ട്. എന്ത്? അങ്ങനെ തന്നെയല്ലേ ഉസ്താദ്മാരെ? ഇവിടെ അല്ലമയേ ഉള്ളൂ. നജ്മ് സൂറത്തിൽ എന്തെന്നുണ്ട്? ഒബ്ജക്റ്റ് കൃത്യമായി പറഞ്ഞു. ആർക്ക് പഠിപ്പിച്ചു? അല്ലമഹു അല്ലമഹു. അപ്പോൾ അല്ലമ ബിൽ ഖലം, കലം കൊണ്ട് പഠിപ്പിച്ചതാണ് അനുഗ്രഹമെങ്കിൽ ആ അനുഗ്രഹം ആർക്കാ കൊടുത്ത്? മുഹമ്മദ് മുസ്തഫക്ക്. മദ്ഹുൽ മുസ്തഫ. എന്താ അടുത്തായിട്ട്? ഇന്നൽ ഇൻസാന ലയതവാ റആഹു ഇസ്തഗ്നാ ഇന്ന ഇലാ റബ്ബിക റുജ്അ
എന്താണ് ഈ ആയത്തിന്റെ സബബുൻ നുസൂല്? ഷാമിലേക്ക് കച്ചവടത്തിന് പോയപ്പോൾ അബൂജഹലിന് വലിയ സ്വർണ്ണശേഖരം കിട്ടി. തിരിച്ചു വരുമ്പോൾ അയാൾ വലിയ തോട പോലെയുള്ള ഒരു മാല വാങ്ങി കഴുത്തിലണിഞ്ഞു. മാറുപോലും മറക്കാതെ ആ തോടയാഭരണം കഴുത്തിലിട്ട് കുതിരപ്പുറത്തിങ്ങനെ തുള്ളിച്ചാട്ടി വന്നു അയാൾ ഷാമിൽ നിന്ന് മക്കയിലേക്ക്. കണ്ടവരോടൊക്കെ പറഞ്ഞു, ഈ മാലയുടെ മുതൽ മാത്രം മതിയാകും എനിക്ക് മുഹമ്മദിനെ തകർക്കാൻ. അപ്പോൾ ഇറങ്ങിയായിട്ടാണ് ഇത് കല്ല ഇന്നൽ ഇൻസാന ലയതുഹാ റആഹു ഇസ്തഗ്നാ. കുറച്ച് മുതൽ കിട്ടിയപ്പോഴത്തിന് എന്റെ അടിമയെ തകർക്കാൻ നടക്കുന്നവന് മുതൽ കണ്ടപ്പോഴല്ലടാ നീ വിടുവായറ്റം പറയുന്നത്. ഇന്ന ഇലാ റബ്ബിക റുജാ, നീ എന്റെ അടുത്തേക്ക് തിരിച്ചു വരും, നിനക്ക് ഞാൻ അപ്പ കാണിച്ചു തരാ. എന്താ അടുത്തായിട്ട്? അപ്പൊ ആ ആയിട്ടെന്താ? നിങ്ങളിന്റെ കൂടെ അല്ല, അതായത് ആരെ മദഹ? മദ്ഹുൽ മുസ്തഫ. എന്താ അടുത്തായിട്ട്? എന്താ അടുത്തായിട്ട്? അതിലാരാ പ്രമേയം? അതിലാരെ പറ്റിയുള്ള പ്രമേയം? ആരെ പറ്റിയാണ് പറഞ്ഞ്? അത് വേറെ സബബുൻ നുസൂൽ. എന്താ കാരണം? പുണ്യ റസൂൽ. ആദ്യം ഇറങ്ങിയ സൂറത്ത് മൊത്തം മദ്ഹുർ റസൂൽ. എല്ലാം മദ്ഹുർ റസൂൽ. എന്താ? കഅബാലയത്തിന്റെ അടുത്ത് വന്ന് നുബുവത്തിന്റെ ആദ്യകാലങ്ങളിൽ ഇന്നത്തെ 5 വഖ്തല്ലാത്ത വേറൊരു തരം നിസ്കാരം നിസ്കരിക്കുമായിരുന്നു മുഹമ്മദ് മുസ്തഫ. ആ നിസ്കാര വേളകളിൽ അബൂജഹൽ കണ്ടപ്പോൾ എന്ത് ചെയ്ത്? മുഹമ്മദിനെ നിസ്കരിക്കാൻ വേണ്ടി വരികയാണെങ്കിൽ മുഹമ്മദിനെ ഞാൻ അടിക്കും എന്ന് പറഞ്ഞു. സല്ലല്ലാഹു അവർക്ക് പ്രവർത്തിക്കല്ല. അപ്പോൾ ഇറങ്ങിയായത്ത തടയാൻ നടക്കത്രേ ഒരുത്തൻ. എനിക്ക് നിസ്കരിക്കുന്ന എന്റെ മഹോന്നതനായ അടിമയെ. ആരമത? മുത്തു മുഹമ്മദ് മുസ്തഫ. എന്താ അടുത്ത വാക്ക്? കല്ലാല ഇല്ലം. ഇത് നിർത്തിയിട്ടില്ലെങ്കിൽ നിന്റെ കുടുംബ പിടിച്ചിട്ട് മലക്കുകൾ വലിക്കും. ആരെ പറ്റി പറഞ്ഞു? എന്റെ നബിയെ നീ ആക്ഷേപിക്കുന്ന നിർത്തിയിട്ടില്ലെങ്കിൽ മലക്കിനെ ഞാൻ പറഞ്ഞിട്ട് മാക്കാങ്ങാടിയിലൂടെ നിന്റെ കുടുംബ പിടിച്ചിട്ട് മലക്കുകൾ. ഒന്ന് പറ. കല്ലാല ആരെ പറ്റി പറയാ? നബിയെ ചവിട്ടാൻ അടിക്കാനും ഒരുങ്ങിയവനെ അള്ളാഹ് പ്രതിരോധിക്കുക. എന്ത്? കല്ലാല ഇല്ലം. ഒന്ന് ഓത് മനുഷ്യന്മാരെ, അനക്ക് സൂറത്തല്ലേ ഇത്? കല്ലാല ഇല്ലം എന്റെ നബിയെ തൊട്ട് കളിച്ചാൽ നിന്റെ കുടുംബം പിടിച്ചിട്ട് ഒരു അംഗവാലുണ്ടായിരുന്നു. ആർക്ക്? ഞാൻ നിങ്ങളോട് നെല്ലപ്പി വയൽ പറയണത്. ഒരു അംഗവാലുണ്ടായിരുന്നു. ആർക്ക്? അബൂജഹലിന്റെ ഒരു കുടുംബ. പഴയ കാലത്ത് നമ്മളെ ചില ഇപ്പികൾക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ. എന്ത്? ഇവിടെ ഒരു കുടുംബ വെക്കും. അങ്ങനത്തെ ഒരു കുടുംബ അപ്പൊ ആർക്കുണ്ട്? അബൂജഹലുണ്ട്. അതിന് ഖുർആൻ അതാണ് പറഞ്ഞത്. നാസുയത്തിൽ കാദിമത്തിൽ കളവ് മാത്രം പറഞ്ഞ് ശീലിച്ച നിന്റെ മൂർത്താവ് പിടിച്ചിട്ട് മലക്കള് ബാലിക്ക് എന്റെ നബിക്കെതിരെ മിണ്ടിപ്പോയാൽ ആര് പറഞ്ഞു? അല്ലാഹു. അടുത്തായത് കല്ലാ ലാ തുതിഉഹു. നബിയെ ഇവന്റെ വിടുവായത്തൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട, അവനെ ഞാൻ കൈകാര്യം ചെയ്യും. വസ്ജുദ്, താങ്കൾ സുജൂദ് ചെയ്ത് താങ്കൾ എന്നിലേക്ക് അടുക്കുക. താങ്കൾ എല്ലാവരും അല്ല, അങ്ങ്. വസ്ജുദു വഖ്തരിബു എന്നല്ല, വസ്ജുദ് വഖ്തരിബു. 114 സൂറത്തിലും ഞാൻ നീട്ടുന്നില്ല. 114 സൂറത്തിലും റസൂലുള്ളാഹിന്റെ മദഹ് ഞാൻ കാണിക്കാം. 114 സൂറത്തിലും 114 സൂറത്തുകളിലും പുണ്യ റസൂലിന്റെ മദഹ് കാണിക്കും ഞാൻ. ഇൻഷാ അല്ലാഹ്. കേരളമേ മലയാള കേരളമേ, അല്ലാഹു ആയുസ് തന്നാൽ ഇൻഷാ അല്ലാഹ് 114 അധ്യായങ്ങളും മദ്ഹുൽ മുസ്തഫ ഞാൻ കാണിച്ചു തരും ഇൻഷാ അല്ലാഹ്. അതെന്റെ വലിപ്പമല്ല, അതെന്റെ ചെറുപ്പവും എന്റെ ഹബീബിന്റെ വലിപ്പവുമാണ്. അതുകൊണ്ട് എന്താ ലക്ഷ്യം? എന്താണ് ലക്ഷ്യം? എന്നെ അറിയുക. എന്നെ അറിഞ്ഞാൽ അല്ലാഹുവിനെ അറിയുമെന്ന് മുഹമ്മദ് മുസ്തഫ. മൻ റആനി ഫഖദ് റഅൽ ഹഖ. എന്നെ കണ്ടാൽ അല്ലാഹുവിനെ കണ്ടു എന്ന് മുഹമ്മദ് മുസ്തഫ. വഅൻതും ബിഖൈരിൻ മാ ദുംതു ഫീഹിം. ഞാൻ നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഖൈറിലാണെന്ന് മുഹമ്മദ് മുസ്തഫ. എന്നെ കണ്ട ഒരാൾ നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ ഖൈറിലാണ്. അല്ല എന്നെ കണ്ടവർ നിങ്ങളിൽ ഉണ്ടായാലും നിങ്ങൾ ഖൈറിലാണെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ല എന്നെ കണ്ടവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായാലും നിങ്ങൾ ഖൈറിലാണെന്ന് മുഹമ്മദ് മുസ്തഫ. പ്രപഞ്ചത്തിന്റെ സത്തയാണ് മുഹമ്മദ്
അവർക്ക് പറ മുഹമ്മദ്, അവർക്ക് പറ മുഹമ്മദ്. ഈ മനുഷ്യനോട് നമുക്ക് നന്ദി കാണിക്കണം. എന്താണ് നന്ദി? മുഹമ്മദിയത്ത്. എന്താ മുഹമ്മദ്? അഹമ്മദ് നബിയുടെ പണിയും മുഹമ്മദ് നമ്മുടെ പണിയുമാണ്. അഹമ്മദ് എന്നാൽ അള്ളാഹുവിനെ ഏറ്റവും സ്തുതിച്ച ആൾ. മുഹമ്മദ് എന്നാൽ എല്ലാവരും സ്തുതിക്കേണ്ട ആൾ. മനസ്സിലായില്ല? അർത്ഥം തന്നെ അങ്ങനെയല്ലേ? അഹമ്മദ് എന്നാൽ അള്ളാഹുവിനെ ഏറ്റവും പറ 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 അറബി അറിഞ്ഞ മനുഷ്യന്മാരല്ലേ? അഹമ്മദ് എന്നാൽ അള്ളാഹുവിനെ ഏറ്റവും സ്തുതിച്ച ആൾ. മുഹമ്മദ് എന്നാലോ മറ്റുള്ളവർ സ്തുതിക്കേണ്ട ആൾ. അതായത് അഹമ്മദിയത്ത് എന്നാൽ ഫിഅലു മുഹമ്മദ്, മുഹമ്മദിയത്ത് ഫിഅലുൽ മുഅ്മിനീൻ. യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. മനസ്സിലായില്ല? അഹമ്മദ് എന്നത് നമ്മുടെ പണിയല്ല. ആരുടെ പണിയാ? അഹമ്മദ് നമ്മുടെ പണിയല്ല. ആരുടെ പണിയാ? റസൂലുള്ളാഹിയുടെ പണിയാ അഹമ്മദ്. അള്ളാഹുവിനെ ഏറ്റവും സ്തുതിച്ച ആൾ അഹമ്മദ്. മനസ്സിലായില്ല? അള്ളാഹുവിനെ ഏറ്റവും സ്തുതിച്ച ആൾ അഹമ്മദ്. അത് നമ്മുടെ പണിയല്ല. എന്നാൽ നമ്മുടെ പണി എന്താ? മുഹമ്മദിനെ മുഹമ്മദാക്ക. എന്താ മുഹമ്മദ് എന്ന വാക്കിന്റെ അർത്ഥം? സ്തുതിക്കപ്പെടേണ്ട ആൾ. അറത്തു അൻ യഹ്മദഹു മൻ അലൽ മുഹമ്മദൻ സമ്മൗ നബിയൽ ഹുദാ വഹുവ ഹഖുൻ നാസി ബിൽ ഹംദി സല്ല അലൈഹി അല്ലാഹു മാ അശ്റഖത് ശംസുഹാ ഫീ ദാലിക സഅദി. എന്താ ചെയ്തത്? അനുഗ്രഹമല്ലാതെ എന്താ ചെയ്തത്? കരുണയല്ലാതെ എന്താ ചെയ്തത്? ഇക്കാണുന്ന വെളിച്ചത്തിന്റെ മുഴുവനും കാരണം മുഹമ്മദ്. വിശ്വചരിത്ര സംഗ്രഹത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എഴുതി, മുഹമ്മദീയരില്ലായിരുന്നുവെങ്കിൽ വിജ്ഞാനം ലോകത്തിന് ലഭിക്കുമായിരുന്നില്ല. ഗുരുപരമ്പരയിലെ ഏറ്റവും ശ്രേഷ്ഠനായ മുഹമ്മദ് വന്ന് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുഹമ്മദീയർ ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് ഒഴുകിയില്ലായിരുന്നുവെങ്കിൽ ലോകത്ത് വിജ്ഞാനം ലഭിക്കുമായിരുന്നില്ല, ശാസ്ത്രം വളരുമായിരുന്നില്ല, കൃത്യമായ ചരിത്രം ലോകത്തിന് ലഭിക്കുമായിരുന്നില്ല. ഇല്ല. ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ തെൽമൂദ് വായിച്ചിട്ടുണ്ട്. തെൽമൂദ് ജൂതന്മാരുടെ വേദഗ്രന്ഥ. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലേ? വളരെ മുഹമ്മദ് നബി വന്നില്ലായിരുന്നെങ്കിൽ ശുദ്ധമായ ചരിത്രം ഭൂമിയിൽ ഉണ്ടാവില്ല. ഒരു സെക്കൻഡ് നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കോ. ജൂതന്മാരുടെ ഇന്നത്തെ വേദഗ്രന്ഥമാണ് ഏത്? തൗറാത്തല്ല. തൗറാത്ത് അവർ നഷ്ടപ്പെടുത്തിയിട്ട് AD 2-ാം നൂറ്റാണ്ടിൽ അവർ ഓർമ്മയിൽ നിന്ന് തട്ടിപ്പടച്ചൊരു വേദഗ്രന്ഥം സ്വമേധയാ സൃഷ്ടിച്ചുണ്ടാക്കിയിട്ടുണ്ട്. AD 2-ാം നൂറ്റാണ്ടിൽ ഇസ്രായേലിൽ നിന്ന് അവരെ റോമക്കാർ പുറത്താക്കിയ കാലത്ത് ബാബിലോണിയയിൽ വെച്ച് അവർ വേദഗ്രന്ഥം ഉണ്ടാക്കി. അതാണ് തൽമൂദ്. തൽമൂദിൽ മൂസയെ പരിചയപ്പെടുത്തുന്ന ഭാഗം ഞാനൊന്ന് വായിക്കാം. മൂസ ഈജിപ്തിൽ നിന്ന് മദായിനിലേക്ക് നാട് വിട്ടിട്ട് യെറുവേൽ എന്നൊരാൾ മൂസാക്ക് അഭയം നൽകി. യെറുവേലിന് സുന്ദരിയായ ഒരു പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണുമായി രഹസ്യമായി സന്ധിച്ച് കാരണത്താൽ യെറുവേൽ അറിയാതെ സഫൂറ ഗർഭിണിയായി. അപ്പോൾ കെട്ടിച്ചു കൊടുക്കാൻ യെറുവേൽ നിർബന്ധിതനായി. അങ്ങനെയുണ്ടായ വിവാഹമാണ് മൂസ സഫൂറ വിവാഹം. തൽമൂദ് സ്വന്തം പ്രവാചകനെ പറ്റി. നിങ്ങൾ എൻ്റെ കൂടെയില്ല, നിങ്ങൾ എൻ്റെ കൂടെയില്ല. വിശുദ്ധനായി 136 തവണ ഖുർആൻ പറഞ്ഞ നബിയാണ് ആര്? മൂസ. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലായോ? വ്യഭിചാരത്തിന് ഒരു പ്രശ്നവുമില്ലാത്തൊരു സമൂഹമാണ് ഭൂമിയിൽ ആര്? ജൂതന്മാർ. ഞാനിങ്ങനെ ആലോചിക്കും, എന്തിനാണ് ഇവർ സ്വന്തം പ്രവാചകനെ വ്യഭിചാരിയാക്കിയത്? അത് അവർക്ക് എന്ത് ചെയ്യ മനസ്സിലായില്ല. ബ്ലൂ ഫിലിമിന് വേണ്ടി ഒരു ചാനലുള്ള ഒരു സമൂഹമാണ് ആര്? ഇസ്രായേൽ. ഇസ്രായേൽ ബ്ലൂ ഫിലിമിന് വേണ്ടി ചാനൽ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമുള്ളതാണ് എന്ത്? ഇസ്രായേൽ. വ്യഭിചാരം ഒരു പ്രശ്നമല്ലാത്ത നാടാണ് ഏത്? ഇസ്രായേൽ. ഇവർ ഇന്ന് ചെയ്യുന്നതിനെ ധാർമ്മികവൽക്കരിക്കണമെങ്കിൽ പ്രവാചകനെ വ്യഭിചാരി ആക്കണം. മനസ്സിലായില്ല? ഖുർആൻ പറയുന്നത് യെറുവേൽ എന്നൊരാളെ അല്ല, ഷുഐബിനെയാണ്. ഷുഐബിന്റെ ധർമ്മനിഷ്ഠയുള്ള മോളാണ് സഫൂറ. ഷുഐബ് നബിയാണ്. മനസ്സിലായില്ലേ? 1-ാം ദിവസം തന്നെ എന്ത് നടന്നിട്ടുണ്ട്? 1-ാം ദിവസം എന്ത് നടന്നു? ഇന്നി ഉരീദു അൻ ഉംകിഹക ഇഹ്ദാ ഇബ്നതയ്യ ഹാതൈനി. എന്റെ വീട്ടിൽ പാർക്കണമെങ്കിൽ രണ്ടാലൊരു മോളെ കല്യാണം കഴിക്കാൻ തുടങ്ങും. അങ്ങനെ സഫൂറയെ കല്യാണം കഴിച്ചിട്ടാണ് മൂസയെ പറ വീട്ടിൽ കയറ്റുന്നത്. അപ്പൊ ഖുർആൻ അവിടുത്തെ താമസത്തെ ധാർമ്മികവൽക്കരിച്ചു. ഇവരെന്ത് പറഞ്ഞു? തൽമൂദ്. മനസ്സിലായോ? വിശ്വചരിത്ര സംഗ്രഹത്തിൽ പണ്ഡിറ്റ് ജി പറഞ്ഞു എന്ത്? മുഹമ്മദ് ഇല്ലായിരുന്നുവെങ്കിൽ ഭൂമിയിൽ ശുദ്ധമായ ചരിത്രം ലഭിക്കുമായിരുന്നില്ല. ക്രിസ്ത്യാനികളുടെ മഹാനായ പ്രവാചകനല്ലേ യേശുദേവൻ? സയ്യിദുനാ ഈസാ നബിയുടെ ഉമ്മയെ വ്യഭിചാരിണിയായി ചിത്രീകരിച്ചു ഇസ്രായേല്യർ. മാ കാന അബൂകി ഇംറാഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയ. അതിലൊരു ഉത്സരമുണ്ട്. നീ എങ്ങനെ പെണ്ണെ വേശ്യയായി? നീ എങ്ങനെ പെണ്ണെ വേശ്യയായി?
ഇസ്രായേലി കഥകളിലെല്ലാം വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ട പെണ്ണാണ് മറിയം. എന്നാൽ ഖുർആൻ പറഞ്ഞത് ഇന്നല്ലാഹ അസ്തഫാകി വതഹറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. എന്തിന് മുസ്ലിമീങ്ങൾ കാത്തിരിക്കുകയാണ് ഈസ നബിയുടെ ഉമ്മയായ മറിയമിനെ പുണ്യ റസൂൽ സ്വർഗ്ഗത്തിൽ വിവാഹിതനാകുന്നത് കാണാൻ. അല്ലാഹു ഭാഗ്യം നമുക്ക് തരട്ടെ, അല്ലാഹു ഭാഗ്യം നമുക്ക് തരട്ടെ. എന്നാ നമ്മളത് ദുആ ചെയ്യാത്തത്? മറിയമിനെ മുത്തുനബി വിവാഹം ചെയ്യുന്നത് കാണാൻ ഇവരുടെ ഭാഷയിൽ, ഇസ്രായേലിന്റെ ഭാഷയിൽ വേശ്യയാണ്. ആര്? മറിയം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കണം, പഠിക്കുക. നിസ്കാരം പഠിച്ചാൽ തീരും, നോമ്പ് പഠിച്ചാൽ തീരും, ഹജ്ജ് പഠിച്ചാൽ തീരും. പഠിച്ചാൽ തീരാത്ത ഒന്നേ ഉള്ളൂ മുഹമ്മദും മുഹമ്മദ് മുസ്തഫ പരിചയപ്പെടുത്തിയ റബ്ബും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് തീരില്ല. മനാറഫനി പഠിക്കുക. മദ്രസയിലെ കുട്ടികൾ സമസ്ത എന്ത് ചെയ്യും? 2 മാസം സിലബസ് നടക്കൂല, പഠിപ്പിക്കൽ നടക്കൂല. സഫർ റബീഉൽ അവ്വൽ മാസങ്ങളിൽ നമ്മുടെ മദ്രസയിലെ അധ്യാപകന്മാർക്ക് വലിയ പണിയാണ്. പക്ഷേ സിലബസ് പഠിപ്പിക്കാൻ കഴിയുകയില്ല. സിലബസിന്റെ പുറത്ത് പഠിപ്പിക്കും സഫറിലും. എന്നിട്ട് അവർ കഷ്ടപ്പെട്ട് മറ്റു മാസങ്ങളിൽ അധ്വാനിച്ചും എക്സ്ട്രാ ക്ലാസ് വെച്ചും സിലബസ് തീർക്കും. 2 മാസം ആരെ മാത്രം പഠിപ്പിക്കും? റസൂലുള്ളാഹിനെ മാത്രം. അതുകൊണ്ടൊരു ഗുണം ഉണ്ടാവും. എൻ്റെ വീട്ടിൽ കുഞ്ഞു എന്നൊരു കുട്ടിയുണ്ട് എനിക്ക്, 2ാം ക്ലാസ്സിൽ. അവൻ പറയുന്ന ചില കാര്യം കേട്ടാൽ അത്ഭുതപ്പെട്ടു. അത് അവൻ്റെ കാര്യമല്ല, എല്ലാ കുട്ടികളും. നമ്മളിങ്ങനെ ആലോചിക്കും, 7 വയസ്സായി ഇവൻ എങ്ങനെ ഇത് കിട്ടി? എങ്ങനെ കിട്ടിയത്? അവൻ്റെ കൂട്ടുകാർക്ക് ഉസ്താദുമാർ എഴുതി കൊടുക്കുന്ന പ്രസംഗവും പാട്ടും കുട്ടികൾ മദ്രസയിൽ പോയാൽ കേട്ടങ്ങനെ ഇരിക്കും. 2 മാസം കുട്ടികൾക്ക് സഫർ റബീഉൽ അവ്വൽ എന്താ പണി? ആരെ പഠിക്കണം? റസൂലുള്ളാഹിനെ പഠിക്കണം. അൽഹംദുലില്ലാ എന്ന് പറ, അൽഹംദുലില്ലാ എന്ന് പറയാ. നിസ്കാരം പഠിച്ചാൽ അള്ളാഹിനെ പഠിയൂല, നോമ്പ് പഠിച്ചാൽ അള്ളാഹിനെ പഠിയൂല. നബിയെ പഠിച്ചാൽ അള്ളാഹിനെ പഠിയാൻ ശ്രമിക്കും. നബിയെയും പഠിച്ചു തീർക്കാൻ കഴിയില്ല, പഠിക്കാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞില്ല, വിരൽ കൊണ്ട് തൊടുക, ആ വിജ്ഞാനത്തിൽ തൊടുക. നിസ്കാരം പഠിച്ചവൻ ആലിമാകും, നോമ്പ് പഠിച്ചവൻ ആലിമാകും, ഹജ്ജ് പഠിച്ചവൻ ആലിമാകും, സക്കാത്ത് പഠിച്ചവൻ ആലിമാകും, നബിയെ പഠിച്ചവൻ ആരിഫാവും. ആലിമോ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടാതിരിക്കാം. ആരിഫ് പ്രാർത്ഥിച്ചാൽ ആരിഫ് പ്രാർത്ഥിച്ചാൽ പർവ്വതങ്ങൾ പോലും നീങ്ങിക്കൊടുക്കും എന്ന് മുഹമ്മദ് മുസ്തഫ. ഈ പഠനത്തിൽ 2 പേരാ. നിസ്കാരത്തെ പഠിച്ചാൽ ആലിമാവും, നോമ്പ് പഠിച്ചാൽ അവസാനിപ്പിക്കാം. ലാസ്റ്റ് ചാപ്റ്ററാണ്. നേരം വൈകിയോ? 2 മിനിറ്റ്. നിസ്കാരം പഠിച്ചാൽ ആലിമാവും, നോമ്പ് പഠിച്ചാൽ ആലിമാവും, ഹജ്ജ് പഠിച്ചാൽ ആലിമാവും, സക്കാത്ത് പഠിച്ചാൽ ആലിമാവും, നബിയെ പഠിച്ചാൽ ആരിഫാവും. എന്താ വ്യത്യാസം? ആലിമ തെറ്റ് ചെയ്യാതിരിക്കാം. നേരെ മറിച്ച് ചിന്തിക്ക്, ആലിം ഫാസിഖായി നടക്കാം, ആരും ഫാസിഖാവില്ല. അബദ്ധം സംഭവിച്ചാലും ഫാസിഖാവില്ല, ഒരിക്കലാവില്ല. കാരണം ഇയാൾ ആരാണ്? ഉള്ളിലേക്ക് നനവറിഞ്ഞ ആളാണ്. ആരിഫ്. ആലിമിനെ വാക്കുകൾ ഇവിടുന്ന് മാത്രമാകാം, ഇങ്ങോട്ട് ഇറങ്ങാതിരിക്കാം. ആരിഫ് ഇവിടുന്നല്ല പറയാ, ഇവിടുന്ന് ഇരിക്കും. നിങ്ങൾ എൻ്റെ കൂടെ വരണം കേട്ടാ. ഇവർ 2ആളും വ്യത്യാസമുണ്ട്. ആരും ആലിമും ആരിഫ് വ്യത്യാസമുണ്ട്. ആലിം ലാ യുജാവിസ് തറാഖിയഹും, ഇവിടുന്ന് മാത്രം സംസാരിക്കാം. ആലിം. ആരിഫ് ഇവിടുന്നല്ല സംസാരിക്കാം, ഇവിടുന്നാണ്. നിസ്കാരം പഠിച്ചാൽ ആരിഫാവൂല, നോമ്പ് പഠിച്ചാൽ ആരിഫാവൂല, സക്കാത്ത് പഠിച്ചാൽ ആരിഫാവൂല, ഹജ്ജ് പഠിച്ചാൽ ആരിഫാവൂല. അള്ളാഹിന്റെ റസൂലിനെ പഠിച്ചാൽ ആരിഫാവും. അതിന് അവസാനമില്ല. ആ പഠിപ്പിന് അവസാനമില്ല. നിസ്കാരം പഠിച്ചവൻ ഭരണാധികാരിയുടെ മുന്നിൽ വളയാം, നോമ്പ് പഠിച്ചവൻ ഭരണാധികാരിയുടെ മുന്നിൽ വളയാം, സക്കാത്ത് പഠിച്ചവൻ പ്രഭുവിന്റെ മുന്നിൽ വളയാം, ഹജ്ജ് പഠിച്ചവൻ ധനാഢ്യന്റെ മുന്നിൽ വളയാം. എന്നാൽ നബിയെ പഠിച്ചവൻ ഒരിക്കലും രാജാവിന്റെ മുന്നിൽ വളയുകയില്ല. അൽഐനിലെ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് നോമ്പുകൾ തുറക്കാൻ വിളിച്ചു അത്തിപ്പറ്റക്കാരൻ ഫക്കീറിനെ. മേശപ്പുറത്ത് സാധനങ്ങൾ നിറച്ച് ഇങ്ങനെ വെച്ചെടുത്തേക്ക് കൊണ്ടുപോയി. എമ്പാടും ആളുകളുണ്ട്, മലയാളികളുണ്ട്, അറബികളുണ്ട്. കള്ളിത്തുണിക്കാരൻ അത്തിപ്പറ്റക്കാരൻ മൊയ്തീൻ കുട്ടി പോയി ആ കൂട്ടത്തിൽ. നിങ്ങൾക്കറിയൂലേ ആളെ? നിങ്ങൾക്കറിയൂലേ? നിങ്ങൾക്ക് അത്തിപ്പറ്റക്കാരൻ മൊയ്തീൻ കുട്ടി അറിയില്ലേ? അല്ലാഹു അവർ ദർജയേറ്റി കൊടുക്കട്ടെ. ആരാണ് ഇയാൾ? ആരിഫാണ്. ഇയാൾ ആരാ? ഒരു കഥമണ വെക്കണമെങ്കിൽ റസൂലുള്ളാഹി വെച്ചതുപോലെ വെക്കുള്ളൂ. അങ്ങനത്തെ ആൺകുട്ടിയായിരുന്നു.
അള്ളാഹു ഒരു ദറജേറ്റി കൊടുക്കട്ടെ. അൽ ഐനിലെ രാജകുടുംബത്തിലേക്ക് നോമ്പുറക്കം വിളിച്ചു ഒരിക്കൽ ഒരു സംഭവം ഇതിൻ്റെ ദൃക്സാക്ഷികൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ നോമ്പ് തുറക്കുന്നതിൻ്റെ 5 മിനിറ്റ് മുമ്പ് എല്ലാവരെയും നേരെ ഭക്ഷണ ഹാളിലെ രാജകൊട്ടാരത്തിൻ്റെ ഒരു ഏരിയയിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. മേശയിൽ എല്ലാവരും ഇരിക്കുന്ന നേരത്ത് ഏറ്റവും വലിയ ഷെയ്ഖിനെ വിളിച്ച് അത്തിപ്പറ്റക്കാരൻ ഫക്കീർ പറഞ്ഞു, ഇത് ഈ നിലക്ക് കഴിക്കുന്നത് നമ്മൾ നോമ്പ് തുറക്കുകയാണ്. മുസ്തഫ നബി പഠിപ്പിച്ച നോമ്പാണ് തുറക്കുന്നത്. യൂറോപ്യന്മാർ പഠിപ്പിച്ചതല്ല, മുസ്തഫ നബി പഠിപ്പിച്ചാണ്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സുന്നത്തിടണമെങ്കിൽ താഴെയിരിക്കാൻ പറഞ്ഞു. രാജകൊട്ടാരത്തിലുള്ളവർ സമയാന അതിഥികളെ വീണ്ടും മജ്‌ലിസിലിരുത്തി 5 മിനിറ്റ് പങ്കെടുത്തവർ എന്നോട് പറയുക, പിന്നെ 5 മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു ചെല്ലുമ്പോൾ എവിടെയാണ് മേശ, എവിടെയാണ് ആ സ്റ്റൂളെന്ന് ഞങ്ങൾക്ക് കണ്ടതേയില്ല. നിരത്തി വെച്ചിട്ടുണ്ട് താഴെ. എന്ത് ഭക്ഷണം, എവിടെ ഇരുന്നത് പോലെ പറ. മനസ്സിലായോ പറഞ്ഞത്? രാജാവ് ദേഷ്യപ്പെട്ടാൽ പാരിതോഷികം കുറഞ്ഞു പോയോലോ, ഇന്ന വാതിലടച്ച് പുറത്താക്കിയാലോ എന്ന് പേടി ആർക്കുണ്ടാവൂല? ആരിഫിനുണ്ടാവില്ല. അനാൻകുട്ടി എന്ന് പറയും. അങ്ങനത്തെ ഒരാൾ മരിച്ചാൽ ഹിന്ദുക്കളും കരഞ്ഞില്ലേ? എന്തേ കരഞ്ഞില്ലേ? പറ കരഞ്ഞില്ലേ? എത്ര ആളുകൾ ഇവിടുന്ന് മൂല്യന്മാർ മരിക്കുന്നുണ്ട്? ആരറിഞ്ഞ്? ഒന്നും ഉണ്ടായിട്ട് പറയല്ല, എനിക്കും പണി തന്നെയാണല്ലോ. മനസ്സിലായില്ല? ഒരു മൊയ്തീൻ കുട്ടി മരിച്ചപ്പോൾ എല്ലാവരും കരഞ്ഞു, ഹിന്ദുക്കൾ കരഞ്ഞു, പൊട്ടി കരഞ്ഞു. മലയാള മനോരമ എഴുതി, മാതൃഭൂമി എഴുതി, പ്രവാചക ജീവിതത്തിൻ്റെ ആധുനിക നിദർശനമായിരുന്നു ആര്? അത്തിപ്പറ്റ മൊയ്തീൻ കുട്ടി മുസ്ലിയാർ എന്ന് മനോരമയും എഴുതി, മാതൃഭൂമി എഴുതി. മനസ്സിലായോ പറഞ്ഞത്? കാരണം ആരായിരുന്നു? ആരിഫാണ്. ആരെ പഠിച്ചു? അള്ളാഹുവിന്റെ റസൂലിനെ പഠിച്ചു, മുഹമ്മദ് മുസ്തഫ. അതന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒരു ഹദീസെങ്കിലും മൗലിദോടാതെ അദ്ദേഹം ഭക്ഷണം കഴിക്കൂല. ഞാൻ പ്രതി ഭക്ഷണത്തിൽ കൂടിയിട്ടുണ്ട്. അദ്ദേഹത്തോടുകൂടെ ഞാൻ ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. മുത്തുനബിയെ പറ്റി 4 വരി മദ്ഹ് ചൊല്ലാതെ ഒരു നല്ല ഭക്ഷണം കഴിക്കുകയില്ല. നല്ല എണ്ണയും മെഴുക്കൊക്കെ കൂടിയൊരു ഭക്ഷണം ഉണ്ട് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിനെ പറ്റി എന്തെങ്കിലും ഒന്ന് പറയാ. ആരെങ്കിലും ഒരു മങ്കൂസിന് ആദ്യത്തെ ഹദീസ് ഓതി അപ്പോൾ പറഞ്ഞു, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയ്യിൽ ഹുദാ വജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ വഅഖ്റജഹു ഫീ ആഖിരി സമാനി. എന്നെയും അദ്ദേഹത്തെയും കൂടെ മണ്ണാർക്കാട് ഒരു സ്ഥലത്തേക്ക് പ്രഭാഷണത്തിന് വിളിച്ചു. നേരം വൈകി. ഭക്ഷണം കഴിച്ച് തുടങ്ങാമെന്ന് പറഞ്ഞ് വീട്ടുകാരൻ കൊണ്ടുപോയി. അദ്ദേഹം അവിടെ ഇങ്ങനെ ഇരുന്ന് പുറത്ത് ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, ആരെങ്കിലും ഒരു ഹദീസ് മൗലിദ് ഓതി നിർവഹിക്കാം. അപ്പോൾ മൗലിദിൻ്റെ കിതാബ് കിട്ടാനില്ല. അപ്പോൾ ഏതെങ്കിലും ഒരാൾ ഒരു ആദ്യത്തെ ഹദീസ് ഓതി, അപ്പോൾ ഒരാൾ ഒരു ഹദീസ് ഓതി, മൗലിദ് ഓതി. എന്നോട് പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് ഒന്ന് ആഴ്ച നിങ്ങൾ ഭക്ഷണം കഴിക്കാം. അങ്ങനെയല്ലാതെ ഒരു നല്ല ഭക്ഷണം ആ മനുഷ്യൻ കഴിച്ചിട്ടില്ല. കഴിക്കുന്നത് ആര് കഴിക്കുന്നത് പോലെ? മുത്തുനബി കഴിക്കും പോലെ. ആലിമല്ല, ആലിമാണെങ്കിലും ആലിമിനേക്കാൾ വലിയ ആരിഫാണ്. ആരിഫായി കൂടെ ആലിമാവുന്നത് കൂടെ ആരുമാകാം, ആരിഫും ആകാം. ധാരാളം ആളുകൾ ഇന്നുണ്ട്, പണ്ടുണ്ട്. അല്ല, ആരിഫാകാതെ ആലിമായാൽ അവരെ കൊണ്ട് നാട്ടിൽ ഷെറുണ്ടാവും. അത് തടുക്കാനോട്ട് കഴിയില്ല. മനസ്സിലായില്ല? നിങ്ങൾ എൻ്റെ കൂടെ അല്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ആരിഫാകാതെ ആലിമായാൽ ദിക്റുതൊക്കെ നടക്കും, പിന്നെ ആളെ കാണാനറിയോ? അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എൻ്റെ കാര്യം മാനം കെടുത്തുകയും ചെയ്യാം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആരിഫിനെ കൊണ്ട് ആരും കുടുങ്ങൂല. ആരിഫ് ആർക്കനുസരിച്ച് ജീവിക്കും? മുഹമ്മദ് മുസ്തഫ. മനസ്സിലായില്ലേ? ഇവിടെ കഴിഞ്ഞ മുൻഗാമികളൊക്കെ ആലിമുമായിരുന്നു, ആരിഫായിരുന്നു. ആരിഫ് നമ്മളെ തടിന്നാണ് പോയി. നമ്മൾ വിചാരിച്ചു നബിയെ പറ്റി അങ്ങനെ പഠിക്കുന്നത് കുറച്ച് മോശമാണെന്ന് വിചാരിച്ചു. ആരൊക്കെയോ പറഞ്ഞപ്പോൾ നമ്മളൊക്കെ പോയി. നമ്മൾ അറിയാതെ സുന്നി അങ്ങോട്ട് കടലാസ് സുന്നിയായി. അപ്പോൾ ഒക്കെ പോയി, അവരെല്ലാം പോയി. അപ്പം നമ്മളെ കൂട്ടത്തിൽ ആളുകൾ ആരും വില വെക്കാതെയായി. മറ്റത് മലയാളം പോലും ശരിക്കറിയാത്ത ബാഫൊക്കെ കയറി ചെന്നപ്പോൾ ഇന്ദിരാഗാന്ധി എണീറ്റ് നിന്നു. പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ടവർ പിന്നീട് പറഞ്ഞു, മാഡം ഇത് പ്രോട്ടോക്കോളിനെതിരല്ലേ? അപ്പോൾ പറഞ്ഞു, ആ തേജസ്വിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് എനിക്ക് എണീറ്റ് നിൽക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. മലയാളം അറിയൂല, പിന്നെന്തോ അറബി എന്തറിയൂല. മമ്പാട് കോളേജ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്ന കഥ എൻ്റെ വാപ്പ എന്നോട് 100 വട്ടം പറഞ്ഞിട്ടുണ്ട്. ഈ കോളേജ് ഉദ്ഘാടന വേദിയിൽ ഞാൻ ഈ കമ്മിറ്റിയെ അനുശോചിച്ചു കൊള്ളുന്നു എന്ന് പറഞ്ഞു. മനസ്സിലായില്ല? പറയേണ്ടത് എന്താ? അനുമോദിക്കുന്നു എന്ന് പറയേണ്ടടുത്ത് അനുശോചിച്ചു എന്ന് പറഞ്ഞിട്ട് അവസാനം CH എണീറ്റ് തിരുത്തി. അതാണ് ആര്? എന്തെങ്കിലും ബാനം കിടുന്നത്? മനസ്സിലായോ പറഞ്ഞത്? എന്നാൽ ഏത് വിദ്യാഭ്യാസമുള്ളവനെയും തൻ്റെ മുഖത്തിൻ്റെ ബഹുജത്ത് കൊണ്ട് നിയന്ത്രിച്ച ഒരാൺകുട്ടി മലയാളക്കരയിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 20-ാം നൂറ്റാണ്ടിൽ ആരാണ്? ബാഫക്കയാണ്. എൻ്റെ ആരിഫാണ്. അള്ളാഹു ദർജയേറ്റി കൊടുക്കട്ടെ. അത് തന്നെ പാണക്കാട്ട് നമുക്കൊരു മഹാനക്ഷത്രം ഉണ്ടായിരുന്നു, അത് ആരിഫാണ്. ആര്? സയ്യിദ് മുഹമ്മദ് ഷിഹാബ് എന്ന് പറഞ്ഞാളാ നാവ് ഭംഗി കൂടും.
ഈ 20-ാം നൂറ്റാണ്ടിൽ മലയാളക്ക് കരക്ക് കിട്ടിയ അല്ലാഹുവിൻ്റെ അനുഗ്രഹമാണ്. ആര്? മുഹമ്മദ് അലി ശിഹാബ്. അല്ലാഹുവിനെ ദറജേറ്റി കൊടുക്കട്ടെ, അല്ലാഹുവിനെ ദറജേറ്റി കൊടുക്കട്ടെ. ഉറപ്പ് സംശയിക്കണ്ട. അല്ലാഹുവിനെ ദറജേറ്റി കൊടുക്കട്ടെ. ചിന്തിക്ക്.